നമസ്കാരം. നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കടമകളിൽ ഒന്ന്. അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. വിജയം സുനിശ്ചിതം. ഈ ഒരു വാക്കോട് കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. മണിക്കുട്ടനും ലക്ഷ്മി ചേച്ചിയും നമ്മുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡിലും ജോയിൻ ചെയ്യുന്നതാണ്. രണ്ടുപേരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി, ഇപ്പോൾ പണ്ടത്തെ ഒരു ഫിലിം ആക്ടർ മണിക്കുട്ടനെക്കാളും കൂടുതൽ ഒരു കുറച്ചും കൂടി ഇന്റർനാഷണൽ ലെവലിൽ മണിക്കുട്ടനെ അറിയപ്പെടാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും MK എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആർമി ഫോം ചെയ്തിരിക്കുന്നു. ഇല്ല, എനിക്ക് ഇത് എക്സ്പീരിയൻസ് ആയി. കാരണം ഞങ്ങളുടെ അമ്മ മീറ്റില് നമ്മുടെ മലയാളി അപ്പോൾ വെറുതെ വൈൽ ഗോയിങ് ബാക്ക് കാഷ്വൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, മിസ്റ്റർ നീലേഷ്. അപ്പോൾ I was taking some pictures, money came there. So, hello Lakshmi, how are you? വന്നിട്ട് കാഷ്വൽ ആയിട്ട് ഒരു 2-3 ഫോട്ടോ എടുത്തിട്ട് ഇവന് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പൊ എനിക്ക് എത്ര ടാഗ് അറിയോ, MK ഫാൻസ്, MK അസോസിയേഷൻ, ഞാൻ ഫോട്ടോ ഇട്ടത് എങ്ങനെ അറിയാമോ? യഥാർത്ഥ ബോയ് ഫ്രണ്ടിന്റെ 16 വർഷം ബോയ് ഫ്രണ്ട് പിന്നിടുമ്പോൾ 17ന്റെ അഴകിൽ ലക്ഷ്മി ഗോപാലസ്വാമിക്കൊപ്പം. അതായിരുന്നു ആ ഫോട്ടോ ഇത്രയും ഇതാവാൻ കാര്യം. കാരണം ലക്ഷ്മിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മലയാളികൾ തന്നൊരു ഭാഗ്യമാണ്. കാരണം മണിക്കുട്ടൻ എന്നുള്ളൊരു പേരിട്ട് ഞാൻ വന്നപ്പോഴത്തേന് ഒരുപാട് പേര് ചോദിച്ചു, ഒരു ആക്ടറിന് പറ്റിയ പേരാണോ മണിക്കുട്ടൻ, പേര് മാറ്റണ്ടേ? അപ്പം ഞാൻ വിചാരിച്ചു ഈ രക്ഷപ്പെടണമെങ്കിൽ ഈ പേര് രക്ഷപ്പെട്ടാൽ മതിയെന്ന്. അങ്ങനെ ഈ ഷോ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ ചെയ്തത് മണിക്കുട്ടൻ എന്ന പേരിന് പകരം MK എന്നാക്കി തന്നു. ഇല്ല, ഇത് ഈ ആ വിന്നർ എന്ന് പറയുന്നത് പ്രേക്ഷകർ നൽകിയ ഒരു സമ്മാനം പോലെ കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അത് അവർ തന്ന, കാരണം എനിക്ക് ആ ഷോയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, അത് പ്രേക്ഷകർ തന്ന സമ്മാനമാണ്. എനിക്ക് ആ ഷോ കഴിഞ്ഞപ്പോഴത്തേന് എന്റർടൈനർ ഓഫ് ദ സീസൺ അവാർഡ് എനിക്ക് കിട്ടി. അപ്പം നമ്മൾ എത്രയും കാലമായി 16 വർഷമായി നമ്മൾ അങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെടുക. അപ്പോൾ ആ വിൻ ചെയ്ത അതേപോലെയുള്ള സന്തോഷമായിരുന്നു എന്റർടൈനർ ഓഫ് ദ അവാർഡ് കിട്ടിയത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് അതിനുശേഷമുള്ള വിനയൻ സാറിൻ്റെ ഒരു സിനിമ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മീറ്റിങ്ങിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി മീറ്റിങ്ങിൽ അത് കഴിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അത് ഒരു കോൺട്രവേഴ്സി അല്ല, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ്, അവരൊരു ആക്ട്രസ് ആണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയണ്ടായി, ഞങ്ങളെപ്പോഴും വിനയൻ അങ്കിളുടെ അടുത്ത് പറയും, അങ്കിളിന് പറ്റിയൊരു അബദ്ധമാണ് മണിക്കൂറിൻ്റെ സിനിമയെ കൊണ്ടുവന്നതെന്ന്. പക്ഷെ ജസ്റ്റ് തമാശയ്ക്ക് പോലെ പറഞ്ഞു പോലെ, പക്ഷെ എനിക്ക് ഭയങ്കര ഫീലായി. അപ്പോൾ ഞാൻ അപ്പോൾ സാറിന് അത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ഫാമിലിയിൽ ചിലരിങ്ങനെ കളിയാക്കുമ്പോൾ നമ്മളതിൽ ആക്ടറാക്കി, ഹീറോ ആക്കിയത്. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പേരുണ്ടാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം സാറിനൊരു അപമാനം ആവരുത്, സാറ് കൊണ്ടുവന്ന ശിഷ്യൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞ ഇപ്പം നടന്ന സിനിമയിൽ എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോഴും സാറിൻ്റെ സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു അവസരം ആയിട്ടില്ല, വീണ്ടും ഈ ഫാമിലിയിലെ ആൾക്കാരെങ്കിലും കളിയാക്കിയാലോ എന്ന് എനിക്കൊരു തോന്നിയിരുന്നു. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ 19ാം നൂറ്റാണ്ടെന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആ ഇൻ്റർവ്യൂവിലൂടെയാണ് ലോഞ്ച് ചെയ്തത്. ഒരു ശിഷ്യൻ എന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ എനിക്ക് വലിയ അഭിമാനം തോന്നി. അദ്ദേഹം കൊണ്ടുവന്ന ഒരാൾ ഇത് അബദ്ധമായി എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, അതിനെ ഈ പറയുന്ന പോലെ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുരുവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യം. സോസയ്ക്കൊക്കെ അറിയാം, നമ്മൾ സ്ട്രഗ്ലിങ്ങിന്റെ ഏറ്റവും മറ്റത്തേക്കുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആക്ട്രസ് ആണ്. സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ലക്ഷ്മി അഭിനയിച്ച ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അല്ലേ? അതായത് മലയാളി അല്ലാത്ത നമ്മുടെ മലയാളം സിനിമയിൽ വന്നു. സോ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷെ വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ ചെയ്ത് സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ലഭിച്ചു. സോ എന്താ ആ ഒരു സിനിമ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് അപ്പോൾ അവാർഡ് അവർ അനൗൺസ് ചെയ്തു, എനിക്ക് അത്ര ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ കേരള ചലനചിത്ര പ്രശസ്തി ഇത്ര വലിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഒരു 7 വർഷം ചിലപ്പോൾ ശേഷം എനിക്ക് I got an award for Paradesi and Tani. അപ്പോൾ എനിക്ക് ഈ അവാർഡിൻ്റെ വാല്യൂ ഐ ഹാഡ് അണ്ടർസ്റ്റുഡ്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഐ വാസ് ഹാപ്പി. ആൻഡ് ആക്ച്വലി ഇത് ക്രെഡിറ്റ് ഞാൻ തീർച്ചയായിട്ടും എടുക്കാറില്ല ഫസ്റ്റ് പടം, ബിക്കോസ് ആ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. മണിക്കുട്ടൻ ഇപ്പൊ മണിരത്നം സാറിന്റെ കൂടെ മണിരത്നം സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. റിയലി? അത് മണിരത്നം സാർ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ആന്തോളജി ആയിരുന്നു, 9 സിനിമകൾ. അതിലേക്ക് അദ്ദേഹം, അതായത് മണിരത്നം സാർ എന്നെ നേരിട്ട് വിളിക്കായിരുന്നു? എങ്ങനെയായിരുന്നു? ഇല്ല, അത് പ്രിയദർശൻ സാർ ചെയ്ത സബ്ജക്റ്റിലാണ്. കാരണം 2000 ഈ പറഞ്ഞ 21 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ അമൃത ചാനലിലെ MG ശ്രീകുമാർ സാറിന്റെ പ്രോഗ്രാമിലാണ്.
അപ്പോൾ എം ജി ശ്രീകുമാർ സാറ് അത് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സാറ് ഇങ്ങനെ ചുമ്മാ കുറേ കാര്യം കല്യാണത്തിൻ്റെ കാര്യങ്ങളും എൻ്റെ കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സാറ് ലാസ്റ്റ് പറഞ്ഞു, എന്തായാലും 2021 ജൂണൊക്കെ ആകുമ്പോൾ മണിക്കുട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സാറ് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെ ഇത് പോയി കഴിഞ്ഞപ്പോഴാണ് പ്രിയൻ സാറിൻ്റെ ആ ഷോ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് അനി വിളിച്ചിട്ട് ഇങ്ങനെ ഈ പറയുന്ന പോലെ നവരസ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ, ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മണിരത്നം സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ഷൺമുഖം എന്ന് പറഞ്ഞൊരു സാറിൻ്റെയാണ്, നല്ല ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്നെ പെട്ടെന്ന് ഓർത്തത് എം ജി ശ്രീകുമാർ സാർ ആ പ്രോഗ്രാമിൽ പറഞ്ഞത് ശരിയായല്ലോ. അടുത്ത ഈ ഷോയ്ക്ക് ക്ഷണിച്ചപ്പോഴത്തേനും ഞാൻ വിചാരിച്ചാൽ കൊള്ളാലോ, എം ജി ശ്രീകുമാർ സാർ പറഞ്ഞ കറക്റ്റ് ആയാലോ. എന്നിട്ട് ഷോയ്ക്ക് വിൻ ചെയ്യണോ നമ്മളറിയില്ല. ഇറങ്ങിക്കഴിഞ്ഞ് ഷോ വിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കുറേ പേര് ഈ ഇത് സംഭവം എഡിറ്റ് ചെയ്തിട്ട് എം ജി ശ്രീകുമാർ സാർ അന്ന് പറഞ്ഞിരുന്നത് കാരണം ജൂൺ അടുപ്പിച്ചാണ് ഞാൻ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്, ശരിയായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു എം ജി ശ്രീകുമാർ സാറിനെ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വരുന്ന ആൾക്കാരിൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലൊരു പ്രോഗ്രാം. യഥാർത്ഥത്തിൽ അന്ന് സാറ് പറഞ്ഞതൊക്കെ ആ 2021 ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അതെ, പ്രതീക്ഷിക്കാത്ത കുറേ നല്ല. പിന്നെ മണിരത്നം സാർ എന്നെ വിളിച്ചിട്ട് എന്നെ ഈ പറഞ്ഞ പോലെ ഷോ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ഫിലിം റിലീസായത്. അപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ എം കെ എന്ന് പറഞ്ഞിട്ട് ടാഗ് ചെയ്ത് കമന്റ്സ് ഒക്കെ ഇട്ടിരുന്നു ആ ഇതിന്റെ ട്രെയിലറിന്റെ. അപ്പോൾ ആദ്യത്തെ ട്രെയിലറിൽ ഞാനില്ലായിരുന്നു. അപ്പോൾ എം കെ എവിടെ എന്ന് വെച്ചപ്പോൾ മണിസാറ് പ്രിയൻ സാറിനെ വിളിച്ചിട്ട് ആരാ ഈ എം കെ? അപ്പോൾ പ്രിയൻ സാറിനെ എം കെ എന്ന പേര് അറിയില്ല, എം കെയാ അതായത്. അപ്പോൾ എൻ്റെ സിനിമയിൽ എം കെ ഒന്നുമില്ലല്ലോ. അങ്ങനെ വിളിച്ചപ്പോഴത്തേര് സാറിൻ്റെ അസിസ്റ്റന്റ് വിളിച്ചപ്പോൾ പുള്ളി ഷോ ആണ്, അത് മണിക്കുട്ടനാണ്. ഉടനെ സാർ അപ്പം വിളിച്ചു, നീ വലിയ സ്റ്റാർ ആയല്ലടാ എന്ന് വിളിച്ചു സാർ. ഞാൻ പറഞ്ഞു എന്താ സാർ, നിന്നെപ്പറ്റി തന്നെ മണിരത്നം വിളിച്ചു ചോദിക്കുന്നു, അവര് വിളിച്ചു ചോദിക്കുന്നു, സൂര്യ സാർ ഉണ്ട്, അതിൽ വിജയ് സേതുപതി സാറുണ്ട്, ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് തമിഴിലെ, പ്രകാശ് രാജ് സാറ്, രേവതി മാം. അപ്പൊ ഇവരെയൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടി നിന്നെ പറ്റിയാണ് ചോദിക്കുന്നത്. ഭയങ്കര നന്ദി, കാരണം അവര് സ്നേഹിച്ച നമ്മൾ മലയാളികൾ പൊളിയല്ലേ, സ്നേഹിച്ച അവര് ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നു. എന്തായാലും നമുക്കൊരു ഗെയിം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു ഗെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വിഷ്വൽ ഗെയിമാണ്. സോ LED ഒരു വിഷ്വൽ വരും, ആ പാട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഞാൻ ഡെഫിനറ്റ്ലി അല്ല പാട്ട് പാടാനല്ല, അതായത് ഒരു സിനിമയുടെ പാട്ട് നമ്മൾ ഇവിടെ പ്ലേ ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണുക, വിഷ്വൽ കാണുക, വിഷ്വലിൽ ഓരോരോ സംഭവങ്ങൾ നല്ല ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് ആ വിഷ്വൽ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് വിഷ്വലിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ശ്രദ്ധ, മരിക്കരുത്, അപകടം ജനിക്കും. ഓക്കെ, സോ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ആദ്യത്തെ നമുക്ക് ലക്ഷ്മിയോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലക്ഷ്മിയുടെ വിഷ്വൽ ഏതാണെന്ന് നോക്കാം. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി. കണ്ടു, ഒന്നാങ്കിളി രണ്ടാങ്കിളി കണ്ടു. റെഡി? ചോദ്യം ചോദിക്കട്ടെ, ആ വള്ളത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു? ഞാന് വെറുതെ കോസ്റ്റ്യൂം വരെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ എന്ത് വേണമെങ്കിലും ചോദിക്കും. മനുഷ്യർ കൂടെ ഇല നമ്മള് ഇലയല്ല, എന്നാലും അത് കൺസിഡർ ചെയ്യുന്നു. ഇല മനയോല ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തില് വെള്ളമല്ല, വള്ളത്തില് നെറ്റാ, ഫിഷിംഗ് നെറ്റാ? അതില്ലായിരുന്നു. ഇല്ല നമ്മള് ഞാൻ ലക്ഷ്മി പോവാ ആലോചിച്ച വെള്ളത്തില് ഫിഷിംഗ് നെറ്റ് ഒക്കെ ഉണ്ട്. ബോട്ടാണ് കേട്ടോ, നമ്മുടെ ബോട്ടിന്റെ ഉള്ളില് എന്തൊക്കെ സാധനങ്ങൾ പ്ലേസ്. ബോട്ട്. അയ്യോ, ഐ ഹേർഡ് ഇറ്റ്, ഐ തോട്ട് വെള്ളം. എനിക്കറിയാം, മാങ്ങ ആൻഡ് ബനാന, പിന്നെ അത്രേ ഉള്ളൂ. നമ്മള് വെള്ളം എന്ന് പറയാൻ തെറ്റി. വെള്ളം അതാണ്. പിന്നെ രണ്ട് മനുഷ്യന്മാര്, ലാലേട്ടനും സൗന്ദര്യം. വിഷ്വൽ ഒന്ന് നോക്കാം. മാങ്ങ, അയ്യോ വേറെ അത് സൂപ്പർ. അപ്പൊ കറക്റ്റ്, ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അടുത്തത് മണിക്കുട്ടന്റെ ചാൻസ് ആണ്. മണിക്കുട്ടൻ ഏത് വിഷ്വൽ ആണ് വരണെന്ന് നോക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നേ കറണ്ട് വരണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം. എക്സ്ക്യൂസ് മീ, ആ വീക്കിലി വന്നരാ. സോ
ചോദിക്കട്ടെ ചോദ്യം, ആ വീക്ക്ലിയിലെ ലേഖനത്തിന്റെ ഹെഡിങ് എന്താണ്? സാഗർ എലിയസ് ജാക്കി, അണ്ടർവേൾഡ് കിങ് സാഗർ എലിയസ് Underworld ജാക്കി. King സാഗർ എലിയസ് നീ ജാക്കി. എനിക്ക് ഇംഗ്ലീഷ് വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കി നീ മനഃപൂർവ്വം ഇത്രയും സിനിമകളുണ്ട്. മലയാള പേപ്പർ കട്ടിങ് ഉള്ളതൊന്നും കിട്ടിയില്ല, ഇംഗ്ലീഷ് ഉള്ളത് തന്നെ നിങ്ങൾ കൊണ്ടുവന്നത്. അല്ല, കറക്റ്റ്. അണ്ടർവേൾഡ് കിങ് സാഗർ എലിയസ് ജാക്കി ഹെൽപ്സ്. ഇനി അത്രയും ഞാൻ ചീഫ് മിനിസ്റ്റർ. അത്രയും ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല. വെരി ഗുഡ് സൂപ്പർ. എന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം വെച്ച് അണ്ടർവേൾഡ് കിങ് സാഗർ എലിയസ് ജാക്കി എന്ന് പഠിച്ചത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് നോക്കാം, എന്തായാലും വിഷ്വൽ നോക്കാം. സൂപ്പർ. ഹെൽപ്സ് ദ ചീഫ് മിനിസ്റ്റർ ടു ഓവർകം ദ പൊളിറ്റിക് ക്രൈസിസ്. എന്നാലും മണിക്കൂട്ടം പൊളിച്ചു. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ ലക്ഷ്മിക്ക് വേണ്ടിട്ടാണ് കേട്ടോ. വിഷ്വൽ. അങ്ങനൊന്നും പറയല്ല എഴുത്തച്ഛാ. നിങ്ങളുടെ കാലത്ത് തേൻ കുറിശിയിലെ ഡയർ ഡബിൾ ആയിരുന്ന ആളിപ്പോ വനവാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചെത്തിയിരിക്കല്ലേ. തിരുമ്പി വന്ന മഹാനെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കാതെ ശനി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്റെ എഴുത്തച്ഛ? എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ചു വന്ന ഒടിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തിരിച്ചു വന്ന ഒടിയനെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. അവനൊന്നും പറയുന്നില്ലല്ലോ. ഇവര് ജസ്റ്റ് ഏതോ ഒരു മോതിരം കാണും. അവരല്ല, அந்த പയ്യനില്ലേ, ആ മുണ്ട് വേഷ്ടി കെട്ടിയ പയ്യൻ, അവൻ എന്ത് പറഞ്ഞു? ലക്ഷ്മി അതുവരെ ചെക്ക് ചെയ്ത്, എന്നിട്ട് ആ ഷോള് ലാൽ സാർ വിരിച്ചിരുന്ന ഷോളിന്റെ ബ്രാൻഡ് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചു വരെ നോക്കി. പക്ഷെ ഈ ഡയലോഗ് ശ്രദ്ധിച്ചില്ല. ശരിയാണ്. ഞാൻ ഐ എം സച്ച് എ വിഷ്വൽ പേഴ്സൺ. ഞാൻ അത് മറ്റും ഞാൻ ക്യാപ്ചർ ചെയ്യും. പക്ഷെ ഈ പയ്യൻ എന്താ പറഞ്ഞത് കേട്ടില്ല. അതില്ലേ, ശ്രദ്ധിച്ചിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഷോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ്. എങ്ങനെ കാർപ്പറ്റ് കൊടുത്തെന്ന് സ്വീകരിക്കണം. ഇത് ഭയങ്കര ഇതാണ്. എന്റെ അടുത്ത് ഇംഗ്ലീഷിലെ ചോദ്യം, അവിടെ ലക്ഷ്മിക്ക് മലയാളത്തിലെ ചോദ്യം. എന്നാലല്ലേ കൊടുക്കാൻ പറ്റും. അതാണ് കറക്റ്റ്. ഇപ്പൊ വെള്ളം എന്ന് ഞാൻ വിചാരിച്ചു, വെള്ളം അത് വള്ളം. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കറിയില്ല ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്. അപ്പൊ ആ ഡയലോഗ് ഇംഗ്ലീഷിൽ പറയും. He received him by red carpet. Rolling out the red carpet. Red carpet. Super. നോക്കാം, വിഷ്വൽ നോക്കാം. വനവാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചെത്തിയിരിക്കല്ലേ. തിരുമ്പി വന്ന മഹാനെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കാതെ ശനി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്റെ എഴുത്തച്ഛ? Red carpet. Red carpet. ഈ പ്രോഗ്രാമിൽ കൂടെ മത്സരത്തിൽ കൂടെയും പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ. അതെ. ഇനി അടുത്ത നമുക്ക് മണിക്കൂട്ടനോടുള്ള ചോദ്യമാണ്. വിഷ്വൽ നോക്കാം. ചേട്ടൻ ചോദിക്കട്ടെ, ഒരെണ്ണ പിള്ളേർക്ക് കൊടുക്കടാ, കുറച്ച് ദിവസം കൊടുത്താൽ മതിട്ടാ. ഈത്തപ്പഴം കള്ളിട്ട് മാറ്റിയതാ, സാധനം കഞ്ചാവ് പിടിച്ച പോലെ കയറും. നോക്കിട്ട് കൊടുത്തോളാം. ഒരു പീസ് എടുത്ത് സാധനം അതൊന്നല്ലടാ. ദുട്ടാണ് സംഭവം പൊഴിച്ചിട്ടാ. ദുട്ടൈറ്റം മലമ്പാമ്പിന്റെ ഇറച്ചിയ. അങ്കമാലി ഡയറീസിലെ ഒരു സീനാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ. ബസ്സിൽ ഏത് പാട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരുന്നത്? പാട്ട് കേൾക്കായിരുന്നു. അവര് ആ ഇറച്ചി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈലൻസ് ആൻഡ് സമയത്ത് ഒരു പാട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ഇത് ലാലേട്ടന്റെ ഒരു മൂവിയിലെ പാട്ടാണ്. കുറച്ച് പഴയ മൂവിയിലെ ഒരു പാട്ടാണ്. ആൻഡ് നമ്മൾ ഡാൻസേഴ്സ് ഒക്കെ സ്ഥിരം ഡാൻസ് ചെയ്യുന്ന പാട്ടാണ്. സ്ഥിരം ഡാൻസ് ചെയ്യുന്ന പഴയ പാട്ടോ? ലക്ഷ്മിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, തോറ്റു. രണ്ടുപേരും തോറ്റു. നീ വന്നേ. ചേട്ടൻ ചോദിക്കട്ടെ, ഒരെണ്ണ പിള്ളേർക്ക് കൊടുക്കടാ, കുറച്ച് ദിവസം കൊടുത്താൽ മതിട്ടാ. ഈത്തപ്പഴം കള്ളിട്ട് മാറ്റിയതാ, സാധനം കഞ്ചാവ് പിടിച്ച പോലെ കയറും. നോക്കിട്ട് കൊടുത്തോളാം. അങ്ങനെ രണ്ടുപേരും തോറ്റിരിക്കുകയാണ്. മണിക്കൂട്ടൻ തോറ്റു. ലക്ഷ്മി 2 പോയിന്റ്, മണിക്കൂട്ടൻ 1 പോയിന്റ്. ഇനി അടുത്ത വിഷ്വൽ നോക്കൂ. മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത, മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് പിന്നെ നീ അല്ലേ പറഞ്ഞത്? അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. ആ സീനിൽ കണ്ട കാർ പോർച്ചിൽ ഒരു കാറ് കടന്നിരുന്നു. ആ കാറിന്റെ തെറ്റി അത് ജീപ്പായിരുന്നു. ഒരു വാഹനം കിടന്നു. അതിന്റെ കളർ എന്താ? ബ്ലൂ. ബ്ലൂ 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 ക്ലൂ. No, I'll tell you. ബ്ലൂ അല്ല, ഗ്രീൻ. വെരി ഗുഡ്, സൂപ്പർ.
I Military color remember green. the whole green അല്ലേ? Green. Because I remember the movie. എനിക്ക് മൂവിയിലെ കുറച്ച് സീൻസ് ഓർമ്മ. ഇതൊരു ഭയങ്കര ഹിറ്റായ സീനല്ലേ? വെരി ഗുഡ്, സൂപ്പർ. അതാണ് മെമ്മറി, ലക്ഷ്മിയുടെ പക്ഷെ മെമ്മറി. please എനിക്ക് എവിടെ ഞാൻ കാണും. ഞാനും കണ്ടില്ല, നോക്കാം. മലയല്ലടാ കുന്ന് കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന് കഴുത മോനെ കഴുത ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി അടുത്തത് മണിക്കൂട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്, നോക്കൂ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഈ പാട്ട് ഇങ്ങനെ നടക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. സ്റ്റൈല് സ്റ്റൈല് താ ആ, ഇത് സൂപ്പർ സ്റ്റൈൽ ഇതാ. സ്റ്റൈല് കേട്ട മയില് I saw blue light and ഏതോ ഒരു എന്താ ഞാൻ Style. സ്റ്റൈൽ style. Style. നോക്കാം. കൺഫ്യൂഷൻ തീർക്കണമേ, Oh, it was in Style. English only. കൺഫ്യൂഷൻ തീർക്കണമേ. അടിപൊളി. എന്തായാലും വളരെ മനോഹരമായി ഈ ഗെയിമിൽ ഇതിൽ ആരാ പക്ഷെ ജയിച്ചിരിക്കണേന്നറിയോ? ആരാ? ലക്ഷ്മി. ഈ ഗെയിമിൽ വളരെ മനോഹരമായി അതിബുദ്ധിപരമായി ഈ ഗെയിം കളിച്ച് ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മി ഗോപാലസ്വാമി. സൂപ്പർ. ഒരെണ്ണത്തിലാണ് മണിക്കുട്ടൻ ഒന്ന് ഇതായത്. സോ വിജയകരമായി തോറ്റു തുന്നം പാടിയിരിക്കുകയാണ് മണിക്കുട്ടൻ. ആൻഡ് അതിഗംഭീരമായി വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടി. ഹായ് ലക്ഷ്മിക്കുട്ടി. കുട്ടി, I like that. മണിക്കുട്ട ലക്ഷ്മിക്കുട്ടി. മണിക്കുട്ടൻ ആൻഡ് ലക്ഷ്മിക്കുട്ടി സൂപ്പർ പെയർ ആണ് നിങ്ങൾ. അപ്പൊ എന്തായാലും ഞാൻ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു സമ്മാനം കൂടി എടുത്തിട്ട് വരാം. എന്തായാലും നല്ലൊരു സമ്മാനം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മണിക്കുട്ടന് ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അയ്യോ, പണിഷ്മെന്റ്. ഓക്കെ, നോക്കാം. അതായത് നമ്മുടെ മണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് പാണ്ഡെ പുലിയാണ് അവൻ. പുലി എന്ന് പറഞ്ഞ പോലെ വെറും പുലിയല്ല, പുപ്പുലി. അപ്പൊ എന്ത് നമ്മൾ കൊടുത്താലും അതിന് ഇംഗ്ലീഷിലാക്കും. ഏറ്റവും ശരിയോ അത് വേറെ കാര്യം, പക്ഷെ ഇംഗ്ലീഷിലാക്കും. അങ്ങനെ എന്ത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ നീ ഇംഗ്ലീഷിലാക്കണം ഞാൻ പറയുന്ന പഴഞ്ചൊല്ലുകൾ. ഓക്കെ? ദൈവമേ, എന്നെ പുറത്തിറങ്ങി ഇത് ഷോ കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരെന്നെ ഓട്ടിച്ചിട്ടടിക്കും. ഓക്കെ, ആദ്യത്തെ മിന്നുന്നതെല്ലാം പൊന്നല്ല. പറയണം. All gold jewelries are not gold jewelries. Glitters. 1 gram jewelry. അല്ലേ? Or All gold jewelry. that glitters is not good. അല്ല, not gold. നിങ്ങൾ പറയും പോലെ ഞാൻ പറഞ്ഞ അതിൽ ഇല്ലല്ലോ. ഞാൻ എന്റേതായ ശൈലി പറഞ്ഞു. അടുത്തത് കുരയ്ക്കും പട്ടി കടിക്കില്ല. സാഹസിക. അയ്യോ അല്ല, അതിന്റെ ഞാൻ പെട്ടെന്ന് ഉത്തരം പറയാന്ന് ഉത്തരം പറയണ്ട, നീ മലയാളത്തിലേക്ക് ആക്കിയാ മതി. ഷൗട്ടിംഗ് ഡോഗ്സ്, ആ, ബാർക്കിംഗ് ഡോഗ്സ്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. ബാർക്കിംഗ് ഡോഗ്സ് never. നോ കടി, നോ ബൈറ്റ്, നോ സ്നാക്സ്. കടി സ്നാക്സ്. അത് correct. No snacks. ഇമാതിരി ഉത്തരവല്ല എന്റെ പ്രതീക്ഷിച്ചത്. Correct. Very good. Barking dogs are not snacks. അത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് പല തുള്ളി പെരുവെള്ളം. Lot of water. Lot of water. Blum blum. Blum blum. Some drops water. See. എന്റെ കൃഷ്ണ, അതോ ലോകത്തൊക്കെ ഫ്രാൻസ് ഉണ്ടെന്ന് നീ പറഞ്ഞപ്പോ അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗെയിം കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായി. അല്ല, some water. Lot of water. വാട്ടർ. അതാണ് പല തുള്ളി പെരുവെള്ളം. ചോദിക്കുന്ന ആൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയാന്നുള്ളതുകൊണ്ട് ഒന്നീ ഈ ഇംഗ്ലീഷ് കേട്ട് ലക്ഷ്മിക്ക് വട്ടാവും, ഇല്ലെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന മലയാളികൾക്ക് വട്ടാവും. ഇനി അടുത്ത നിറകൂടം തുളുമ്പില്ല. അത് അയ്യോ, അത് ഞാൻ പറഞ്ഞ വേറെ ലൈഫ് പോകും. നിറ മീൻസ് വാട്ട്? നിറ മീൻസ് അത് ഞാൻ ഇംഗ്ലീഷ്. നിറ കുടം സ്പോട്ട്. നിറ മീൻസ് ലോട്ട് ഓഫ് ലോട്ട് അല്ലാതെ വേറെ വാക്ക് ഇംഗ്ലീഷിലുണ്ട്. എന്ത് പറഞ്ഞാലും ലോട്ട്, ഇവിടെ ലോട്ട് കൊടുത്തോണ്ട് പറഞ്ഞു. നോട്ട് ലോട്ട്. പറയൂ മലയാളത്തില്. നിറകുടം തുളുമ്പില്ല. ഓവർഫ്ലോ. ടാപ്പ് ഓപ്പൺ വാട്ടർ ആൻഡ് ഇറ്റ്സ് അടപ്പിന്റെ മുകളിൽ കം ഔട്ട്. പോട്ട് വാട്ടർ കം ഔട്ട്. പോട്ട് വാട്ടർ അപ്പ്. പോട്ട് വാട്ടർ നോട്ട് കം അപ്പ്. നോട്ട് നെവർ കം അപ്പ്. ഇത് LKG കുട്ടികളെ ഇംഗ്ലീഷിന്റെ ഓക്സ്ഫോർഡിൽ നിന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അടുത്തത് പൊന്നിൻ കുടത്തിന് പൊട്ട് വേണ്ട. ജാങ്കോ ഞാൻ പെട്ടു. ഗോൾഡ് പോട്ട്. പൊന്നിൻ ഇവള് ലോട്ട് ഇതാണ് പ്രാസം വെച്ച് പോട്ട് ലോട്ട്.
ഈ ഇംഗ്ലീഷല്ല വേറെ പൊന്നിൻ കുടത്തിന് പൊട്ട് വേണ്ട. പൊന്നിൻ കുടം ഗോൾഡ് പോട്ട് പൊട്ട് വേണ്ട. ഈ പൊട്ടിനൊക്കെ ആരുടെ ഇംഗ്ലീഷ്? എന്റെ അമ്മയെ പൊട്ട് പൊട്ട് സ്റ്റീം കേക്ക് അത് പൊട്ട് പൊട്ട് ഇതല്ലേ? അതന്നെ. ദിസ് നോ പൊന്നും കുടത്തിന് അത് വേണ്ട. ഞാൻ പൊന്നും കുടത്തിന് ഗോൾഡ് 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 നോട്ട് ഗോൾഡ് ഇസ് പൊന്നും കുടം. സി ലുക്ക് ലൈക്ക് പൊന്നും കുടത്തിന് പൊട്ട്. നോ വേണ്ട. സിംബോളിക്. നോട്ട് പൊട്ട്. ദൈവമേ മനസ്സിലായി മനസ്സിലായി. ഇനി അടുത്തത്. തീർന്നില്ലേ? കടലിൽ ചെന്നാലും നായ നക്കിയേ കുടിക്കൂ. ദൈവമേ കടലിൽ ചെന്നാലും നായ നക്കിയേ കുടിക്കും. സി ഡോഗ് ഡോഗ് സീ ഡോഗ്. എന്നോട് ക്ഷമിക്കൂ, എനിക്കിത് സീ ഡോഗ്. സീ വാട്ടർ ഡോഗ് സിപ്പപ്പ്. സിപ്പപ്പ് സൂപ്പർ വച്ചാ. സീ ഡോഗ് വാട്ടർ സിപ്പപ്പ്. വെരി മിടുക്കൻ. ഇപ്പൊ ലാസ്റ്റത്തെ ഞെട്ടില്ല വട്ടയില്ല. നോ ഞെട്ട് 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 പോയി. അത് ഷോക്കിംഗ്. നോ റൗണ്ട് ലീഫ്. റൗണ്ട് ലിപ്പ്. റൗണ്ട് ലീഫ് നോ ഷോക്കിംഗ്. ഓക്കെ ഇത് ജനങ്ങൾ കരയും എന്നെ. ഞാൻ എന്തായാലും ഇത്ര നന്നായിട്ട് ഞങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചതിന് മണിക്കൂട്ടിന് വലിയൊരു കയ്യടി. സൂപ്പർ. MK ക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു സമ്മാനം എടുത്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ